ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോറിയസ് ലവ് മലയാളം ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയുടെയും ഒരു വെജിറ്റബിൾ കുറുമയുടെയും റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 240 ഗ്രാമിൻ്റെ 2 കപ്പ്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടുവെള്ളം ഒന്നുമല്ല, വെറും തണുത്ത വെള്ളമാണ്. ഇത് 240 ml 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതേപോലെ നല്ല അയവ് വരുത്തി കുഴച്ചെടുക്കണം. ഇതിന് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിനി കുറുമ തയ്യാറാക്കാം. നമ്മുടെ കുറുമ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കടുക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഇവിടെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം സൈസ് 2 സവാളയാണ് അരിഞ്ഞത്. ഇത് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കാം. ഇതങ്ങ് ഒത്തിരി അങ്ങ് കളർ വരരുത്. അത് ചെറുതായിട്ടൊരു ലൈറ്റ് കളറേ വരാവും. ഇനി നമുക്കിതിനകത്തോട്ട് ബീൻസ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. രണ്ട് ഉരുളക്കിഴങ്ങ് പീസായിട്ട് അരിഞ്ഞത്, രണ്ട് ക്യാരറ്റ് അരിഞ്ഞത്, ഇതിലോട്ട് നമുക്കിനി ഗ്രീൻ പീൻസ് ഇട്ട് കൊടുക്കാം. ഇത് ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്.
ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് കുക്കറിലോട്ട് മാറ്റാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനി അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. നമ്മുടെ അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ചെറിയൊരു കഷ്ണം തക്കോലം, കറുകപ്പട്ട ഒരു ചെറിയ പീസ്, ഒരു 5 കാഷ്യൂനട്ട് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. നമുക്ക് നമ്മുടെ ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. നമുക്കിനി ഒരു 2 ടേബിൾ സ്പൂൺ പൊടി ഇട്ടിട്ട് നമ്മുടെ ഈ മാവെടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിവിടെ ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇനി എല്ലാ ബോൾസും ഇതേപോലെ പരത്തിയെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് നോക്കട്ടെ. നല്ല അടിപൊളി കറിയാണ്. കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും. ഇച്ചിരി കറി ലൂസാണിത്. ഇരിക്കുന്തോറും ഇത് ഇച്ചിരി തണുക്കുമ്പോൾ ഇത് കുറുകി കിട്ടും. നമുക്കിനി കറി ഒരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയ നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ് നമ്മളിവിടെ ഇന്ന് റെഡിയാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിച്ചേക്കണം. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഓരോന്നായിട്ടിട്ട്
ചുട്ടെടുക്കാം. കണ്ട ചെറിയ ചെറിയ ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട്. നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചപ്പാത്തിയും കറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി. ഇത് എത്ര നേരം ഇരുന്നാലും ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മുടെ ചപ്പാത്തിയും കറിയും. പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.